ഹായ് ഗായ്സ്, നിന്റെ ട്രൈ വി ആർ ഗോയിങ് ടു എങ്ങോട്ട്? ടി നഗർ. ഞാൻ ആദ്യമായിട്ടാണ് ടി നഗറിൽ പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. സത്യവും അപ്രതീക്ഷിതമായി ഞാനിന്ന് ലീവായി പോയി. അതുകൊണ്ട് ഞാൻ സി ഷിഫ്റ്റ് കഴിഞ്ഞ് അച്ചു ചുമ്മാട്ടാ ഉറങ്ങിപ്പോയി. ലിപ്സ്റ്റിക് ആയി, അങ്ങനെ വേണം. എവിടെ ചാരിയെന്നേ? ഓക്കെ ഗൈസ്, ഞങ്ങൾ ആദ്യമേ ഒരു ബസ്സിനകത്തെ ചാടി കയറി. ആ ബസ് താമ്പരത്തോട്ട് പോകത്തില്ലേ? ഇപ്പൊ നാട്ടുവഴി ഞങ്ങൾ മാത്രമല്ല, അമ്മാമ്മയുണ്ട്. അമ്മമ്മയ്ക്കും കിട്ടിയില്ല. ഒന്നേ മാത്രല്ല, അതിൽ ഗിണ്ടി പോയി ഇറങ്ങാൻ അല്ലൊക്കെ പാകാം. ഞങ്ങൾ താമ്പരം എത്തി, സേഫ്ലി ലാൻഡഡ്. ആൾക്കാർ നോക്കും, പക്ഷെ എനിക്ക് നാണമില്ല. എല്ലാരും വിചാരിക്കട്ടെ ഞാൻ ഭയങ്കര വ്ളോഗറാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച ആൾക്കാരവിടെ കാണുന്നില്ല, അവരെവിടെ പോയെന്ന് അറിയില്ല. അച്ഛന് പരിചയമുള്ള കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അച്ഛന് പരിചയമുള്ള കുറച്ച് സാരി എടുത്ത ചേച്ചിമാരിവിടെ കാണാറുണ്ട്. അവരിപ്പോ കാണുന്നില്ല. കൈ നല്ലോണം പൊക്കി പിടിക്കാൻ എനിക്ക് ഭയങ്കര ചമ്മല്. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ നല്ലോണം പൊക്കി പിടിക്കുന്നുണ്ട്. അങ്ങനെ പറയരുത്. പക്ഷെ എനിക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അവർക്ക് പൈസ കൊടുക്കാൻ ഇഷ്ടമല്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ കാണാറില്ല. പൈസ കൊടുക്കാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് അത് ഇഷ്ടമാണ്. ആകെ വണ്ടിക്കൂലിക്കുള്ള പൈസ മാത്രമേ കൈ കാണൂ. അപ്പൊ അവർക്ക് കൊടുത്താൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മളെ പിച്ചക്കാരെ പോലെ വീട്ടുകാരെ തെണ്ടിയാണ് ഇവിടെ വരുന്നത്. സ്വന്തം പൈസക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും പൈസ ചുമ്മാ വയ്യ. എന്നിട്ടും കടമാണ്. കടം തീർക്കാനാണ് ഞങ്ങൾ ജോലിക്ക് പോണത്. നിന്റെ ഫോൺ നമ്പറിനകത്തേക്ക് വരും. അത് ബില്ലല്ല. അതെ, അതല്ലാതെ ഇവരുടെ ഓരോ നാളെ ഒരു കളക്ഷൻ വെക്കുന്നേ. നാളെ തൻ്റെ അടുത്ത് ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത്. അല്ലാതെ ഇതിൽ പറ മൊഴി അങ്ങോട്ട്. ശരവണ സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിൽ കേസ് കൊള്ളാൻ കുറച്ച് വേഗം നടാ. വാച്ച് കട അങ്ങോട്ട് നോക്കരുത്. നമ്മൾ വാച്ച് കട നോക്കരുത്, പെർഫ്യൂം കട നോക്കരുത്, പിന്നെ എന്ത് കട നോക്കരുത്? നമുക്ക് വീട്ടിൽ പോകുന്നതിനേക്കാളും മുഖ്യമായിട്ടുള്ള ഒരു കാര്യം പുട്ടിമുട്ടയും. ആക്ച്വലി ഞങ്ങൾ വന്നത് മന്തി കഴിക്കാനാണ്. ഞങ്ങൾ അതിൽ 100% യോജിക്കുന്നു. പുലി 3D പുലി. നീ പറഞ്ഞതിൽ ഒരു ശരിയില്ല. എൻ്റെ പുതിയ വാച്ച് കണ്ടോ ഗായ്സ്? അങ്ങനെ ടി നഗറിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മന്തി കഴിക്കാൻ പോകണം. മെട്രോയിൽ പോകാൻ പോയാണ് മന്തി കഴിക്കാൻ. ഇവക്ക് വഴി അറിയില്ലേ? എനിക്ക് മെട്രോ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. ഇവക്ക് അറിയാന്ന് ഇവൾ പറയുന്നു. എനിക്കറിയാൻ പാടില്ല. ഇവക്ക് അറിയാവോ ഇല്ലയോ എന്ന് എനിക്കല്ല വിശ്വാസമില്ല. നീ വാ, ഞാൻ നിന്നെ കൊണ്ടുപോവാം. അയ്യോ പേടിയാണ്. ഉള്ളയാണോടെ? അച്ഛനെ അവരെങ്ങനെ എടുക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തിനാ ഇങ്ങനെ ഫോണിൽ വെക്കണത്? വണ്ടി എടുപ്പ്
എടുത്തപ്പോഴത്തേക്ക് ഞാൻ താഴോട്ട് വണ്ടി എടുത്തപ്പോഴത്തേക്ക് ഞാൻ മീരയുടെ ദേഹത്തോട്ട് വീട്. ഇപ്പം എല്ലാവരും എന്നെ നോക്കൊണ്ടിരിക്കും. ബാക്കി എല്ലാവരും സിറ്റി കണ്ട് മടുത്തിരിക്കുക. അപ്പൊ സിറ്റി എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കേക്കട്ടെ. നെക്സ്റ്റ് സൺഡേ ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ഇവിടെ വരും. താഴെ ഉണ്ടോ അവിടെ വ്യൂ കണ്ടില്ല. അതിന് എയർപോർട്ടിൽ തന്നെ പ്ലാറ്റ്ഫോം ഫീ കണക്ക് അവിടെ ഉണ്ടോ? നീ എയർപോർട്ടിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ട് ഞാൻ ജംബോ ജെറ്റ് കാണാൻ വേണ്ടി പോയി. അറിയോ അച്ചു ഇവനോട് ഞാൻ ഒരൊറ്റ ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞുള്ളൂ. എനിക്ക് ലീവ് ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് വന്ന്. നീ മനഃപൂർവ്വം ലീവ് എടുത്താണോ അതോ നീ മിസ് ചെയ്തതാണ്? നീ പറ, അത് പറ. ആക്ച്വലി മിസ് ചെയ്തതാണ്, പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷം. വ്ളോഗർ പറഞ്ഞു അപ്ഡേറ്റഡ് നമുക്ക് ഞാൻ വെച്ച അടിപൊളിയാ. വീഡിയോ അത് തൃശ്ശൂരില്ലേ, ഞാൻ ഇത് കൊല്ലം. ആൾക്കാർ കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീണ്ടും തെറ്റി, പ്ലാറ്റ്ഫോം തെറ്റി. വെറുതെ ചുറ്റിച്ച സമയം കളയുവാണ്. എനിക്ക് 8:45 പോകണ്ട. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇപ്പൊ 2 വട്ടം ചുറ്റേണ്ടതാ. 1 വട്ടം ചുറ്റുന്നുള്ളു. അവളെ പോലും അറിയാൻ പോലും ഇതുണ്ടാവോ? പ്രൊമോഷൻ ആൾക്കാർ വരുന്നുണ്ടാവും നടനൊക്കെ സിനിമയുടെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ അല്ല. അജിനെവിടെ? അവൻ അങ്ങോട്ട് പോന്നു. എടി നീ പിന്നെ എന്തിനാണ് പുറവശത്തോട്ട് പോയത്? ഹായ് ഗായ്സ്. എന്താ ലവ് മാരേജ് സിനിമ. ഫോട്ടോ എടുത്തു. അച്ചു നീ മിസ് ചെയ്യുന്ന, അച്ചു നീ മിസ് ചെയ്യൂടി. അയ്യോ അജിൻ മിസ് ചെയ്ത്. അയ്യോ പാവടി. അയ്യോ ഞാൻ അജിനെ കൂട്ടി ഹൗസ് ദ മൂവി. എനിക്കൊന്നും നിനക്കാ അതെ. പ്രസവം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അജു വർഗീസ് ഉണ്ടോ? ഹൗസ് ദ ഡേ. അയ്യോ ഓക്കെ. വിസു കോഴിയുടെ ഏത് ഭാഗമായിട്ട് വരും? കോഴിയുടെ ഏത് ഭാഗം? എടുക്ക് എല്ലാവരുടെയും. ഇനി എങ്ങനെ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പ്രാന്തണ്ടാ. Signing off. Bye bye. Today very surprising ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നടന്നു. സർപ്രൈസിംഗ് ആയിട്ട്